ഹലോ, വെൽക്കം ബാക്ക് ടു തത്തമസി യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് കോഫി കപ്പ് റീഡിംഗ് ആണ്. നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ഒരു കറണ്ട് എനർജി എന്താണ്, നിങ്ങൾ എന്തൊക്കെ ചാലഞ്ചസ് ആണ് ഫേസ് ചെയ്യുന്നത്, അതിൻ്റെയൊക്കെ ഒരു റൂട്ട് കോസ് എന്താണ്, ഇതിനെ നിങ്ങൾക്ക് എങ്ങനെ മറികടക്കാം എന്നുള്ള ഒരു ഡിവൈൻ ഗൈഡൻസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിനായിട്ട് നമ്മളിവിടെ 2 കപ്സ് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിലേതെങ്കിലും ഒരു കപ്പ് സെലക്ട് ചെയ്യാവുന്നതാണ്. നമ്മൾ കപ്പ് റീഡിങ് മാത്രമല്ല, ഇതിന് ശേഷം നമ്മൾ ടാറോ ഗൈഡൻസും കൂടെ എടുക്കുന്നുണ്ട്. ഈ ഒരു കപ്പാണ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നത് എങ്കിൽ നിങ്ങൾ ഗ്രൂപ്പ് നമ്പർ 1, ഈ ഒരു കപ്പാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നത് എങ്കിൽ നിങ്ങൾ ഗ്രൂപ്പ് നമ്പർ 2. ഇത് ജനറൽ ആയിട്ടുള്ള ഒരു റീഡിംഗ് ആണ്, ജെന്റലസ് റീഡിംഗ് ആണ്, കൂടാതെ ടൈംലെസ് റീഡിംഗ് ആണ്. ഇത് നിങ്ങൾ എപ്പോഴാണോ ഈ ഒരു റീഡിംഗ് കാണുന്നത് ആ ഒരു സമയത്ത് നിങ്ങളുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങൾക്കിത് യൂസ് ചെയ്യാവുന്നതാണ്. സോ യെസ്, ഗ്രൂപ്പ് നമ്പർ 1 ഇത് നിങ്ങളുടെ റീഡിംഗ് ആണ്, കോഫി കപ്പ് റീഡിംഗ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നിങ്ങളുടെ ഒരു കറണ്ട് എനർജി എന്താണ്, നിങ്ങളുടെ സോള് ഏതൊരു സ്റ്റേറ്റ് ഓഫ് എനർജിയിലാണ് ഇപ്പോൾ ഉള്ളത്, എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങളിപ്പോൾ യൂണിവേഴ്സിൽ നിന്ന് സയൻസ് ആയിട്ട് മനസ്സിലാക്കേണ്ടത്, നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തേണ്ടത്, എന്തൊക്കെ ബ്ലെസ്സിങ്സ് ആണ് നിങ്ങൾ അട്രാക്റ്റ് ചെയ്യാൻ പോകുന്നത്, ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു റീഡിംഗ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. ഓക്കെ, നമുക്ക് കപ്പ് ആദ്യം റീഡ് ചെയ്യാം. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംതിങ് എക്സൈറ്റിംഗ് ഇസ് ഗോയിങ് ടു ഹാപ്പൻ. നിങ്ങളുടെ കൂടുതൽ ഫോക്കസ് ഇപ്പോൾ പോയിരിക്കുന്നത് ഫാമിലി ആൻഡ് റിലേഷൻഷിപ്പിലേക്കാണ്. നിങ്ങൾക്ക് അവിടെ ഇഷ്യൂസ് ഉണ്ടായിരിക്കാം, റിസോൾവ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഓക്കെ, നിങ്ങളുടെ ഫിനാൻസ് is going to get better. Future is bright. ഓക്കെ, അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പ്രസൻറ്റ് ലൈഫിലുണ്ട്. ഒരു തിരമാല പോലെ, അതായത് ശാന്തമായിട്ടല്ല, ആർത്തിരമ്പുന്ന തിരമാല പോലെയാണ് നിങ്ങളുടെ മനസ്സിപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അതിനെ ഒന്ന് കൂൾ ഡൗൺ ചെയ്യേണ്ടത് ആവശ്യമാണ്. എനിക്കിവിടെ ഒരു സ്നേക്ക് എനർജി സ്ട്രോങ് ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു സ്പിരിച്വൽ ട്രാൻസ്ഫർമേഷൻ അതിലൂടെ ആണ് നിങ്ങൾ ഡെഫിനറ്റ്ലി കടന്നു പോകുന്നത്. ഒരു ചേഞ്ച് നിങ്ങളുടെ ജീവിതത്തിൽ ആവശ്യമാണ്. അതുപോലെ തന്നെ നിങ്ങൾ കൂടുതൽ നിങ്ങളുടെ അപ്പിയറൻസിൽ ഇംപ്രൂവ് ആവാനായിട്ട് പോകുന്ന ഒരു എനർജി, നിങ്ങളുടെ ഒരു ലോജിക്കൽ സൈഡ് സ്ട്രോങ് ആയി വരുന്നുണ്ട്. അത് മാസ്കുലിനിറ്റി സ്ട്രോങ് ആയി വരുന്നുണ്ട്, മാസ്കുലിൻ എനർജി ഇൻസൈഡ് യു. ഓക്കെ, നിങ്ങളുടെ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് അല്ലെങ്കിൽ ഇൻകം ജനറേഷൻ, അതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഒരു അവബോധം, ഒരു കോൺഷ്യസ്നെസ് ഡെഫിനറ്റ്ലി വന്നിട്ടുണ്ട്. നിങ്ങളുടെ ഹാർട്ട് ചക്ര ഹീൽ ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. കാരണം ഒരുപാട് ബാഗേജസ് മനസ്സിൽ കൊണ്ടു നടക്കുകയാണ്. ഇത് ചില വ്യക്തികൾക്ക് നിങ്ങളുടെ ഹോം അറ്റ്മോസ്ഫിയറിൽ ഒരു ടോക്സിസിറ്റി അനുഭവിക്കേണ്ടതായിട്ടുള്ള സാഹചര്യം ഉണ്ടായിരിക്കും. ഇവഞ്ച്വലി അത് നിങ്ങളുടെ മനസ്സിനുമുണ്ട്. അതായത് നിങ്ങളുടെ ഇമോഷൻസിൽ നിങ്ങൾക്ക് നെഗറ്റിവിറ്റി കുറച്ച് കൂടുതൽ പൈലപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് അഫക്റ്റ് ചെയ്യുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിലാണ്. അതൊരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പിൽ മാത്രമല്ല, നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്സിലും നിങ്ങളുടെ പൊതുവായിട്ടുള്ള നെറ്റ്വർക്കിങ്ങിലെല്ലാം അത് അഫക്റ്റഡ് ആകുന്ന ഒരു എനർജിയാണ്. ഇവിടെ നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സിന് നിങ്ങളോട് എന്തോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുണ്ട്. അതായത് അവരെന്തിൽ കൂടാണോ കടന്നു വന്നിരിക്കുന്നത് ആ ഒരു സെയിം പാറ്റേൺ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അവർക്കത് നിങ്ങളോട് സ്റ്റോപ്പ് ചെയ്ത് ഒരു ചേഞ്ചിലേക്ക് പോകണം എന്ന് പറയാൻ
ആഗ്രഹമുണ്ട്. പക്ഷെ ആ സൈൻസ് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല എന്നുള്ളൊരു എനർജിയാണ്. ഒരു ഡ്രാഗൺ എനർജി, രാഹു, അതായത് നിങ്ങളുടെ സോൾ പർപ്പസിലേക്ക് ലാൻഡ് ചെയ്യേണ്ട ഒരു എനർജിയാണ്. പക്ഷെ എന്തൊക്കെയോ ബാഗേജസ് നിങ്ങളെ വീണ്ടും പുറകിലേക്ക് വലിക്കുന്ന ഒരു എനർജി. ഐ കൻ സീ കോയിൻസ് ഹിയർ. നിങ്ങളിലേക്ക് വെൽത്ത് ഡെഫിനറ്റ്ലി വരുന്നുണ്ട്, അത് അഷ്യൂർഡ് ആണ്. കുറച്ച് സൂം ചെയ്തിട്ടുണ്ട്, സോ യു കൻ സീ. ഒരു സെൽഫ് ലവ് വളരെയധികം വേണ്ടതായിട്ടുള്ള ഒരു സമയം. പീകോക്ക് എനർജി ഇവിടെ വളരെ സ്ട്രോങ് ആണ്. ആക്സെപ്റ്റൻസ് വേണ്ട സമയം. നിങ്ങളെയും മറ്റു വ്യക്തികളെയും അക്സെപ്റ്റ് ചെയ്യുക എന്ന് പറയുന്ന ഒരു എനർജിയാണ്. നിങ്ങളുടെ ഈ ബാഗേജസ് ക്ലിയർ ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് റിലേഷൻഷിപ്പ് ഇഷ്യൂസ് സോൾവ് ചെയ്യാൻ സാധിക്കുന്നത്. കാരണം നിങ്ങളെ ഇത് വല്ലാതെ ജഡ്ജ്മെന്റൽ ആക്കുന്നുണ്ട്, ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ടാക്കുന്നുണ്ട്. നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹമൊക്കെ മനസ്സിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എത്ര ശ്രമിച്ചിട്ടും നിങ്ങൾക്കത് സാധിക്കുന്നില്ല. ഇതിൽ നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ പാറ്റേൺസ് കാണാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ യൂണിവേഴ്സിന്റെ ഒരു സൈനായിട്ട് അതിനെ എടുക്കാം. ഇവിടെ നമുക്ക് ഡോട്ട്സ് ഇഷ്ടം പോലെ ഉണ്ട്, അതായത് മണി ഈസ് കമ്മിങ്, മണി ഫ്ലോ ചെയ്ത് വരുന്നുണ്ട്. ഐ കൻ സീ എ ക്രോസ്. ഇവിടെ ഒരു ഹമ്മിങ് ബേർഡിനെ കാണാൻ പറ്റുന്നുണ്ട്. അത് നിങ്ങളുടെ ഒരു സ്പിരിച്വൽ ഹീലിംഗ്, ഗുഡ് ലക്ക് ആൻഡ് സ്പിരിച്വൽ ഹീലിംഗിനെ സൂചിപ്പിക്കുന്നതാണ്. ഒരുപാട് ഔൾസ് ഉണ്ട് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അത് ആൻസിസ്റ്റേഴ്സിന്റെ ഒരു സ്ട്രോങ് പ്രസൻസ് നിങ്ങളുടെ ചുറ്റുമുണ്ട്, ഡെഫിനറ്റ്ലി ഉണ്ട് എന്നുള്ള ഒരു എനർജിയാണ്. നിങ്ങൾ അവരെ സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ അവർ തരുന്ന മെസ്സേജസ് ഒക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ആൻഡ് റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു വൂൾഫ് എനർജി, ഒരു ഒരു ടീം വർക്ക് ആവശ്യമാണ്. അതായത് ഒരു കോപ്പറേഷൻ, ഒരു കോർഡിനേഷൻ, പരസ്പരമുള്ള അണ്ടർസ്റ്റാൻഡിങ്. ആൻഡ് വൂൾഫ് എന്ന് പറയുന്നത് ഏറ്റവും ലോയൽ ആയിട്ടുള്ള ഒരു ഒരു അനിമലാണ്. ആ ഒരു ലോയൽറ്റി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് നഷ്ടമാകുമോ എന്നുള്ള ഒരു ഭയം, അല്ലെങ്കിൽ നഷ്ടപ്പെടുന്നുണ്ടോ എന്നുള്ള ഒരു ഭയമാണ് നിങ്ങൾക്ക് ഏറ്റവും അധികം ഇവിടെ എടുത്തു കാണിക്കുന്നത്. അതിൽ കുറച്ചൊക്കെ നിങ്ങളുടെ ബാഗേജസ് കൊണ്ട് നിങ്ങൾ സങ്കല്പിച്ചു കൂട്ടുന്ന ഒരു ഇല്യൂഷൻ ആയിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നത്. എല്ലാം ഒന്നും യാഥാർത്ഥ്യമായിട്ടല്ല ഇവിടെ ഉള്ളത്, നിങ്ങൾ വെറുതെ സങ്കല്പിക്കുകയാണ്. ഓക്കെ, ഇവിടെ ഏറ്റവും കൂടുതൽ നമുക്ക് പറയാനുള്ളത് നിങ്ങൾക്കൊരു ഹീലിംഗ് ആവശ്യമാണ് എന്നുള്ളത് തന്നെയാണ്. ഓക്കെ, നമുക്ക് ടാറോ ഗൈഡൻസ് നോക്കാം. നിങ്ങളുടെ കറണ്ട് എനർജി എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഫിനാൻസിൻ്റെ കാര്യത്തിൽ ഗ്രൂപ്പ് നമ്പർ 1, നിങ്ങൾക്ക് നല്ലൊരു ബ്ലെസ്സിങ്സ് ഉണ്ട്. അത് പല രീതിയിലുള്ള ഓപ്പർച്യൂണിറ്റീസ് ആയിട്ടായിരിക്കും നിങ്ങളിലേക്ക് വരാൻ പോകുന്നത്. അത് കാണുക, ശ്രദ്ധിക്കുക, അറിയുക, കോൺഷ്യസ് മൈൻഡോട് കോൺഷ്യസ്നെസ്സോട് കൂടിയിട്ടിരിക്കുക. ആൻഡ് നിങ്ങൾ എന്തൊക്കെയോ കാര്യത്തിൽ വളരെയധികം ടയേർഡാണ്, വളരെ ഫെഡപ്പായി, നിങ്ങൾക്ക് ഇനി എനിക്ക് ശ്രമിക്കാൻ വയ്യ എന്നുള്ള രീതിയിൽ നിങ്ങൾ ഹെൽപ്ലെസ് ആയിട്ട് ഫീൽ ചെയ്യുന്ന സാഹചര്യമുണ്ട്. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരുന്ന സമയത്ത്, നമുക്ക് എല്ലാം കൺട്രോൾ ചെയ്യാൻ പറ്റാതെ വരുന്ന സമയത്ത്, അത് ഡിവൈനിലേക്ക് സറണ്ടർ ചെയ്തേക്കുക. നിങ്ങളുടെ ആഗ്രഹം ഇതാണ്, ഏറ്റവും ബെസ്റ്റ് എന്ന് തോന്നുന്ന ഒരു റിസൾട്ട് ഡിവൈൻ തരും എന്നുള്ള ഒരു വിശ്വാസത്തോട് കൂടിയിട്ട് നിങ്ങൾ ആ ഒരു വിഷയം മനസ്സിൽ നിന്ന് വിട്ട് കളയേണ്ട ഒരു സമയം. എഗെയിൻ 4 ഓഫ് കപ്സ് ആണ്. പാസ്റ്റ് മെമ്മറിയിൽ നിങ്ങളെ വല്ലാതെ മാനസികമായിട്ട് ഒലയ്ക്കുന്ന എന്തോ ഒരു തോട്ടിൽ നിങ്ങൾ വളരെ സ്റ്റക്കാണ്. അത് തന്നെ ആലോചിച്ച് നിങ്ങളുടെ ദിനരാത്രങ്ങൾ നിങ്ങൾ ഇങ്ങനെ കളയുന്നുണ്ട്. ആൻഡ് ഹെർമിറ്റ് കാർഡ്, ഇത് വളരെ നല്ലൊരു എനർജി.
അതായത് കുറേ കാര്യങ്ങളൊക്കെ നിങ്ങൾ തിരിച്ചറിയാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. നിങ്ങളുടെ എക്സ്പീരിയൻസസുകൾ നിങ്ങളെ കുറച്ചൊക്കെ തിരിച്ചറിവിലേക്ക് കൊണ്ടെത്തിച്ചിട്ടുണ്ട്. കാര്യങ്ങളുടെയൊക്കെ ഒരു നിജസ്ഥിതി നിങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങിയിരിക്കുന്ന ഒരു എനർജി. അത് കൂടുതലായിട്ട് ഡെവലപ്പ് ചെയ്യണം. നിങ്ങളുടെ ആത്മാവിനെ അറിയണം നിങ്ങൾ. ഇവിടെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒരുപാടധികം വെയിറ്റിംഗ് പീരീഡിൽ കൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഇപ്പോഴും ആ വെയിറ്റിംഗ് പീരീഡ് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇറ്റ്സ് ടൈം ടു എൻഡ് ദ വെയിറ്റിംഗ് പീരീഡ്. നിങ്ങൾ ഒരു ആക്ഷൻ എടുക്കേണ്ട സമയമാണ്. അതായത് എൻ്റെ നല്ല സമയമാകുമ്പോൾ എല്ലാം ശരിയാകും എന്ന് വിചാരിക്കുന്ന ഒരു എനർജിയിൽ നിന്നും നിങ്ങൾ മാറേണ്ടതായിട്ടുള്ള ഒരു സമയം വന്നിരിക്കുകയാണ്. യു ഹാവ് ടു ആക്ട്. യെസ്, നിങ്ങൾ ഇറങ്ങി പുറപ്പെട്ട് കഴിഞ്ഞാൽ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് സ്മൂത്തായിട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ആദ്യം നിങ്ങൾക്കൊരു ഫുൾ പിക്ചർ ലഭിക്കണമെന്നില്ല നിങ്ങൾ ചെയ്യാൻ പോകുന്ന എന്ത് കാര്യത്തിനും. എന്നാൽ അതൊന്ന് സ്റ്റാർട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാക്കി മുന്നോട്ടേക്ക് സ്മൂത്തായിട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ള ഒരു എനർജിയാണ്. വാവ്, 4 ഓഫ് വാൻഡ്സ്. വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഡെഫിനറ്റ്ലി ഇത് നിങ്ങളുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി എടുത്തു പറയണം. അതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിലി ഫൗണ്ടേഷൻ സ്ട്രോങ് ആകുന്നുണ്ട്. വീട് വയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്കാണെങ്കിൽ അതിനൊരു പോസിബിലിറ്റി ഇവിടെ ഉണ്ടാകുന്നുണ്ട്. അതുപോലെ പുതിയ പുതിയ ഫ്രണ്ട്ഷിപ്സ് ഉണ്ടാകുന്നുണ്ട്. പുതിയ റിലേഷൻഷിപ്സ് നിങ്ങളിലേക്ക് വരുന്നുണ്ട്. പ്രപ്പോസൽസ്, ഓഫേഴ്സ് ഒക്കെ നിങ്ങളിലേക്ക് വരുന്നൊരു സമയമാണ്. ആൻഡ് നിങ്ങളുടെ മനസ്സിൻ്റെ കൺഫ്യൂഷൻസ് നിങ്ങൾ ഡിവൈനിൽ സറണ്ടർ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് വലിയ രീതിയിൽ ഒരു ഭ്രാന്തമായ മാനസികാവസ്ഥയിലേക്ക് കൊണ്ടുപോകും. അതായത് കൺഫ്യൂഷൻസ് കൂടിയിട്ട് പിന്നെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വരും. അഗെയിൻ 4 ഓഫ് പെൻറ്റക്കിൾസ്. ഈ പാസ്റ്റ് എന്ന് പറയുന്നിടത്തുനിന്ന് നിങ്ങൾ മുന്നോട്ട് ഇറങ്ങിയില്ലെങ്കിൽ ഫ്യൂച്ചർ ഉണ്ടാവില്ല. അതാദ്യം മനസ്സിലാക്കുക. ഇവിടെ ഭയങ്കരമായിട്ട് നിങ്ങൾ പാസ്റ്റ് മെമ്മറീസ് ഹോൾഡ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇത് നിങ്ങളിൽ ഒരു തരം ഭയം ഉണ്ടാക്കിയിട്ടുണ്ട്. പുതിയ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ നിങ്ങൾക്കൊരു തടസ്സം ഇവിടെ വരുന്നുണ്ട്. അത് മാറ്റിയെടുക്കുക. ആൻഡ് യെസ്, നിങ്ങളുടെ പാഷൻ എന്താണ്, നിങ്ങളുടെ സോളിൻ്റെ ഒരു കോളിംഗ് എന്താണ്, നിങ്ങളുടെ സോൾ എന്താണ് യഥാർത്ഥത്തിൽ ആഗ്രഹിക്കുന്നത്. ഇത്രയും നാളും നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന കാര്യമായിരിക്കണമെന്നില്ല. ഇത്രയും നാളും നിങ്ങൾ ഏറ്റവും ബെസ്റ്റ് എന്ന് വിചാരിച്ചിരിക്കുന്ന കാര്യങ്ങളായിരിക്കണമെന്നില്ല. നിങ്ങളെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾ കണ്ടു വളർന്നിട്ടുള്ള കാര്യങ്ങളായിരിക്കണമെന്നില്ല. എക്സ്ട്രീംലി പുതിയതായിരിക്കാം, അതല്ലെങ്കിൽ പഴയത് തന്നെ ആയിരിക്കാം. പല കാര്യങ്ങളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ്, ഏറ്റവും പ്രയോറിറ്റി എന്ന് നിങ്ങൾക്ക് ഇപ്പോൾ തിരിച്ചറിയാൻ സാധിക്കുന്ന ആ ഒരു കാര്യം നിങ്ങൾക്ക് സന്തോഷം തരും എന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു കാര്യം ഉണ്ടെങ്കിൽ അത് നിങ്ങളിപ്പോൾ ചെയ്യേണ്ടതായിട്ടുള്ള ഒരു സമയം. ആൻഡ് യൂണിവേഴ്സൽ ജസ്റ്റിസ് നിങ്ങൾക്ക് ഇപ്പോൾ ഫേവറബിൾ ആയിട്ടുണ്ട്. നിങ്ങൾ എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണോ കുറച്ച് അധികം നാളുകളായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നത്, ആ ഒരു കാര്യത്തിൻ്റെ ജസ്റ്റിസ് നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ്. ഇത് റിലേഷൻഷിപ്പ് ആണെങ്കിൽ അങ്ങനെ, ചില വ്യക്തികൾക്ക് ഇത് ഏതെങ്കിലും ഒരു കോർട്ട് കേസിലൊക്കെ ഉള്ളതാണെങ്കിൽ, ആ നടക്കുന്നതാണെങ്കിൽ നിങ്ങളുടെ ഫേവറിൽ റിസൾട്ട് വരുന്നു എന്നുള്ളൊരു എനർജിയാണ്. ആൻഡ് നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു, സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രവൃത്തി അനുസരിച്ച് നിങ്ങൾക്ക് അതിന് റിസൾട്ട് കിട്ടും. നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്താൽ നല്ല റിസൾട്ട് ഉണ്ടാവും. നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്കതിന് റിസൾട്ടും ഉണ്ടാവില്ല. ആൻഡ് ബോട്ടം എനർജി വീൽ ഓഫ് ഫോർച്യൂൺ ആണ്. കാലചക്രം കറങ്ങി നിങ്ങൾക്ക് അനുകൂലമായിട്ടാണ് ഇപ്പോൾ ഉള്ളത്. നിങ്ങളുടെ കയ്യിലാണ് ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ താക്കോൽ യൂണിവേഴ്സ് ഏൽപ്പിച്ചിരിക്കുന്നത്. അത് പൂട്ടി വെച്ചിട്ട് പോകണോ അല്ലെങ്കിൽ അത് തുറന്ന് അതിൽ നിന്ന് ട്രഷേഴ്സ് എടുക്കണോ എന്നുള്ളത് നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാം. അതിന് സ്പിരിച്വൽ സ്ട്രെങ്ത് നിങ്ങളെ സഹായിക്കും. അതായത് സോളിൻ്റെ ഒരു കോളിംഗ്, ഈ ഒരു ഹെർമിറ്റ് കാർഡ് ആൻഡ് ദിസ് ഹെയർഫൻ നിങ്ങൾ ഇത് രണ്ടും ഒന്നിച്ച് വെച്ച് നിങ്ങൾ വായിക്കുക. ഇത് രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് എനർജിയാണ്. ആൻഡ് 2 ഓഫ് കപ്സ്. യെസ്, ന്യൂ റിലേഷൻഷിപ്പ്, നിങ്ങളുടെ ഒരു സോൾമേറ്റ് കണക്ഷൻ, അതല്ലെങ്കിൽ ചില വ്യക്തികൾക്കെങ്കിലും ഇവിടെ ഒരു ട്വിൻ ഫ്ലെയിം റിലേഷൻഷിപ്പ് ഉണ്ടാകുന്നതാണ്. അതല്ല എങ്കിൽ ട്വിൻ ഫ്ലെയിം റിലേഷൻഷിപ്പ് സ്റ്റേജസ് പോലെയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കാനായിട്ട് വരും എന്നുള്ളതാണ്. യെസ്, സോ ഇത് നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു.
ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നമ്മുടെ ചാനലിൻ്റെ മറ്റു വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ, കോമെൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. കൂടാതെ നിങ്ങൾക്കൊരു പേഴ്സണൽ ഗൈഡൻസ് ആവശ്യമാണ്, ഒരു പേഴ്സണൽ റീഡിംഗ് ആവശ്യമാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. കൂടാതെ നിങ്ങൾക്കൊരു സൈക്കോളജിക്കൽ കൺസൾട്ടിംഗ്, മൈൻഡ് മാസ്റ്ററി ലെസൺസ് ആൻഡ് സ്പിരിച്വൽ ഗൈഡൻസസ് ആവശ്യമാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോയിൻമെൻറ്റ്സ് ലഭ്യമാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് ഇതുപോലെ ഒരു ടാരറ്റ് റീഡർ ആവണം, നിങ്ങൾക്കൊരു ഇൻറ്റ്യൂട്ടീവ് റീഡർ ആവണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ടാരറ്റ് റീഡിംഗ് കോഴ്സസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓൺലൈനായിട്ടാണ് കോഴ്സസ് കണ്ടക്ട് ചെയ്യുന്നത്. അതിലേക്ക് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, നമുക്കിനി ഗ്രൂപ്പ് നമ്പർ 2 നിങ്ങളുടെ റീഡിങ്ങിലേക്ക് പോവാം. യെസ്, ഗ്രൂപ്പ് നമ്പർ 2 ഇത് നിങ്ങളുടെ റീഡിംഗ് ആണ്. നിങ്ങളുടെ ഒരു കറണ്ട് എനർജി എന്താണ്, നിങ്ങൾ എന്തിലൊക്കെ കൂടെയാണ് കടന്നു പോകുന്നത്, എന്താണ് നിങ്ങളുടെ ചാലഞ്ചസ്, എന്തൊക്കെ ബ്ലെസ്സിങ്സ് ആണ് നിങ്ങളിലേക്ക് വരുന്നത്, ഇതൊക്കെ നമുക്ക് നോക്കാം. യൂണിവേഴ്സ് എന്തൊക്കെ സൈൻസ് ആണ് നിങ്ങൾക്ക് ഈ ഒരു കോഫി റീഡിങ്ങിലൂടെ തരാൻ പോകുന്നത്. ഓക്കേ, ഗ്രൂപ്പ് നമ്പർ 2 നിങ്ങളുടെയും റിലേഷൻഷിപ്പിലാണ് കൂടുതൽ ഇറ്റ്സ് ഹാപ്പനിങ് എന്ന് തോന്നുന്നത്. ശരിക്കും നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരുപാട് മേഖലകളിൽ ഇഷ്യൂസ് ആണ്, നിങ്ങൾക്ക് ഒരു ഇഷ്യൂ അല്ല ഉള്ളത്. നിങ്ങളുടെ പൂർണ്ണമായിട്ടുള്ള ഒരു എനർജി ഫോക്കസ് ഒക്കെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇഷ്യൂസിലേക്ക് നിങ്ങൾ കൊടുത്തിരിക്കുകയാണ്. അത് നിങ്ങളെ വല്ലാതെ എനർജി ഡ്രെയിൻഡ് ആക്കിയിട്ടുണ്ട്. ഈ പുറമോടി കണ്ട് ആകൃഷ്ടരാകുന്നൊരു നേച്ചർ നിങ്ങൾക്കുണ്ട്. അതായത് നമ്മളെപ്പോഴും പറയും ഡു നോട്ട് ജഡ്ജ് എ ബുക്ക് ബൈ ഇറ്റ്സ് കവർ. ആ പുറം ചട്ടയല്ല, അതിനുള്ളിൽ ഒത്തിരി കാര്യങ്ങളുണ്ട് എന്നുള്ളത്. പക്ഷെ അത് അത്ര കണ്ട് അങ്ങോട്ട് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല. നിങ്ങൾ അതുകൊണ്ട് തന്നെ സ്വീറ്റായിട്ടൊക്കെ ബിഹേവ് ചെയ്യുന്നവരെ വിശ്വസിക്കുകയും കുറച്ച് റൂഡായിട്ടൊക്കെ ആണ് എന്നുണ്ടെങ്കിൽ അവർ വളരെ മോശമാണ് എന്നുള്ളൊരു തോട്ട് നിങ്ങൾക്ക് ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ റിലേഷൻഷിപ്പിലാണെങ്കിലും കുറച്ച് ഗുഡ് ലുക്കിംഗ് ഒക്കെ ആയിട്ടുള്ളവരെ പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യുകയും എന്നാൽ പേഴ്സണാലിറ്റി മനസ്സിലാക്കാൻ നിങ്ങൾക്ക് പറ്റാത്ത ഒരു അവസ്ഥ. നിങ്ങൾക്ക് ഒരു കാര്യത്തിലും ഒരു ഉറപ്പ് ഇവിടെ ഉണ്ടാകുന്നില്ല. ഒന്നിലും നിങ്ങൾ വളരെയധികം സ്റ്റേബിളായിട്ട് ഉറച്ചു നിൽക്കുന്നില്ല. ഇങ്ങനെ തെന്നി നടക്കുകയാണ്. നിങ്ങൾ എല്ലായിടത്തും ഉണ്ട്, എന്നാൽ ഒരിടത്തും ഇല്ല എന്നുള്ള ഒരു എനർജിയിലാണ്. ആൻഡ് ടീം വർക്ക്സിൽ നിങ്ങൾ നല്ല രീതിയിൽ മെച്ചപ്പെടുന്നതായിട്ട് കാണുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ നല്ല രീതിയിൽ മെച്ചപ്പെട്ടവരായിരിക്കാം. ഒരു പ്രോഗ്രസ് ഒക്കെ ഇവിടെ കാണുന്നുണ്ട്. കരിയർ വൈസ് നിങ്ങൾ ഓരോരോ പടികളായിട്ട് കയറുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അത്ര സ്മൂത്ത് അല്ല, ഇപ്പം നിങ്ങളുടെ റീഡിങ് പോലും നമുക്ക് അത്രയും സ്മൂത്ത് ആയിട്ട് റീഡ് ചെയ്യാൻ പറ്റുന്നില്ല. ഒത്തിരി സെഡിമെന്റ്സ് ആണ് ഉണ്ടായിരിക്കുന്നത്. ഇവിടെ സീന് നോക്കിക്കഴിഞ്ഞാലും നിങ്ങൾക്ക് കാണാം വളരെയധികം ഡെപ്പോസിറ്റ് ആണ്. സോ ഇത് ഹീലിംഗ് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു കാര്യം ഇവിടെ ഡെഫിനറ്റ്ലി ഉണ്ട്. ഒരു ഡോൾഫിൻ എനർജി, അതായത് റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് ചൈൽഡ് ബർത്ത് ഒക്കെ നോക്കുന്നവർക്കാണെങ്കിൽ നിങ്ങൾക്കത് നടക്കുന്ന ഒരു എനർജി കാണിക്കുന്നുണ്ട്. ഐ കൻ സീ എ ഹോസ്. വളരെ ഫാസ്റ്റാണ് ഹോസ്. അപ്പം വളരെ സ്ലോ ആയിട്ട് ഡിസിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് അതൊന്ന് സ്പീഡപ്പ് ചെയ്യേണ്ട സമയമാണ്. ഐ കൻ സീ എ വൈറ്റ് ഹോഴ്സ്. അതായത് കൃത്യമായി ലക്ഷ്യമുണ്ടാവുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിൽ നിരാശയുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് നിങ്ങൾക്ക് ആ ഒരു ലക്ഷ്യം നഷ്ടപ്പെടുന്നത് കൊണ്ടാണ്. ആ ലക്ഷ്യം കൃത്യമായിട്ട് വെക്കുക. ആദ്യം ലക്ഷ്യം ക്ലിയർ ആക്കിയെടുക്കണം. സ്കാറ്റേഡ് ആയിട്ടാണ് നിങ്ങളുടെ ലക്ഷ്യം തന്നെ ഉള്ളത്. അപ്പോൾ അത് ക്ലിയർ ആയി കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഗോൾ അച്ചീവ് ചെയ്യാൻ സാധിക്കുന്ന ഒരു എനർജി. അതുപോലെ ഒരു റാബിറ്റ് എനർജി ഉണ്ട് ഇവിടെ.
സ്പീഡ് അത് നിങ്ങൾക്ക് കുറച്ച് ആവശ്യമാണ്. എന്ന് പറഞ്ഞ് ധൃതി പിടിച്ചിട്ട് എന്തെങ്കിലും ഒരു ഡിസിഷൻ എടുക്കുക എന്നുള്ളതല്ല. നിങ്ങളുടെ ഡിസിഷൻ മേക്കിംഗ് ഇന്ന് വേണ്ട, നാളെ മതി, പിന്നെ മതി, ഇപ്പം വേണ്ട, എനിക്കതിന് ഇനിയും സമയം വേണം എന്ന് പറഞ്ഞ് നിങ്ങൾ ലാഗ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഒന്ന് സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളതാണ്. റൈറ്റ് ടൈമിൽ റൈറ്റ് ഡിസിഷൻ എടുക്കുക. വൈറ്റ് കളർ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ യു. കൂടാതെ മടി, അലസത, ഈ തള്ളി വെക്കുന്ന കാര്യങ്ങളുണ്ടല്ലോ, അതായത് നിങ്ങളെ കൊണ്ട് അതെല്ലാം പറ്റും, പക്ഷെ അതുകൊണ്ട് തന്നെ കുറച്ചൊക്കെ കഴിഞ്ഞിട്ട് മതി, ഇപ്പൊ വേണ്ട എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഓപ്പർച്യൂണിറ്റീസ് നഷ്ടപ്പെടുത്തുന്നുണ്ട്. നിങ്ങൾക്കിവിടെ ഫിനാൻസ് എവിടെയോ കുറച്ച് നഷ്ടപ്പെട്ടതായിട്ട് കാണുന്നുണ്ട്. അതല്ലെങ്കിൽ നിങ്ങൾ അർഹിക്കുന്ന ഒരു ഫിനാൻസ് അല്ല നിങ്ങൾക്കിപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്ന ഒരു സാലറിയിലും കുറവായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടായിരിക്കുക. ബട്ട് യു തിങ്ക് യു ഡിസേർവ് മോർ, അങ്ങനെ ഒരു എനർജി. ആൻഡ് ഒരു ബേർഡ് ഫ്ലൈയിങ്, അതാണ് നമുക്കെല്ലാം ഇവിടെ. സ്പീഡ്, അതുപോലെ എയർ, ആ എനർജീസ് ആണ് ഇവിടെ വരുന്നത്. അതായത് നിങ്ങളുടെ തോട്ട്സിനാണ് സ്പോർട്സ് എനർജി, നിങ്ങളുടെ തോട്ട്സിനാണ് നിങ്ങളിവിടെ ഏറ്റവും അധികം പ്രാധാന്യം കൊടുക്കേണ്ടത്. കാര്യം നിങ്ങളുടെ നെഗറ്റീവ് തോട്ട്സ് ആണ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് മിസ്സാക്കിക്കൊണ്ടിരിക്കുന്നത്. അതൊന്ന് മാറ്റുക. നിങ്ങളുടെ കറണ്ട് എനർജി എന്താണ്, നിങ്ങൾ എന്തിൽ കൂടെയാണ് കടന്നു പോകുന്നത്, എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാം, എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ക്ലിയർ ചെയ്യണം, യൂണിവേഴ്സ് ഇപ്പോൾ നിങ്ങളോട് എന്താണ് പറയുന്നത്. ഗ്രൂപ്പ് നമ്പർ 2. ഓക്കെ ഗ്രൂപ്പ് നമ്പർ 2, യൂണിവേഴ്സ് എന്താണ് നിങ്ങളോട് ആവശ്യപ്പെടുന്നത്. ഓക്കെ, നമുക്ക് അത്രയും കാർഡ്സ് തന്നെ എടുക്കാം. അറേഞ്ച് ചെയ്യാം. ഓക്കെ, വീൽ ഓഫ് ഫോർച്യൂൺ, ഹൈ പ്രീസ്റ്റസ്, ഡെവിൾ എനർജി, സെവൻ ഓഫ് കപ്സ്, സൺ, കിങ് ഓഫ് കപ്സ്, 9 ഓഫ് സ്വോർഡ്സ്, 8 ഓഫ് സ്വോർഡ്സ്. തോട്ട്സിനെ കുറച്ച് ശ്രദ്ധിക്കുക ആൻഡ് ക്ലാരിഫിക്കേഷൻസ് എടുക്കാം. ക്വീൻ ഓഫ് സ്വോർഡ്സ്, യെസ്, ദിസ് ഇസ് ദ എനർജി യു ഹാവ് ടു ബി. ഇതിലേക്കാണ് നിങ്ങൾ എത്തേണ്ടത്. ഡെവിൾ എനർജി, അതിനൊരു ക്ലാരിഫിക്കേഷൻ. 9 ഓഫ് പെൻറ്റക്കിൾസ്, ഇൻഡിപെൻഡൻസ്. നിങ്ങളുടെ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസിന് നിങ്ങൾ തന്നെ ഒരു തടയിടുന്നുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. യെസ്, 8 ഓഫ് പെൻറ്റക്കിൾസ് എനർജി ആൻഡ് ബോട്ടം വാവ് 10 ഓഫ് പെൻറ്റക്കിൾസ്. ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി, ഫാമിലി ഹാപ്പിനെസ്, അൺലിമിറ്റഡ് വെൽത്ത്, സ്പിരിച്വൽ സ്ട്രെങ്ത്, മെൻ്റൽ സ്ട്രെങ്ത്. ഗ്രേറ്റ്. ഇവിടെ നിങ്ങളുടെ ഫോക്കസ് ഇപ്പോൾ നിങ്ങൾ ഏറ്റവും അധികം കൊടുക്കേണ്ടത് നിങ്ങളുടെ ഫിനാൻഷ്യൽ പ്ലാനിങ്ങിനാണ്. അതുപോലെ ഏതെങ്കിലും രീതിയിൽ നിങ്ങളൊരു സംരംഭം തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നൊരു സമയം. സ്റ്റുഡൻസ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു തീസിസ് ഒക്കെ അതല്ലെങ്കിൽ റിസർച്ച് വർക്ക്സ് ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ അതിൽ കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുക. യു ആർ ഓൺ ദ റൈറ്റ് ട്രാക്ക് എന്നുള്ളൊരു മെസ്സേജാണ്. അതുപോലെ തന്നെ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് പുതിയ ഐഡിയാസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ലോകത്തിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ നിങ്ങൾക്കിപ്പോൾ റൈറ്റ് ടൈമാണ്. എല്ലാവരിലും എന്തെങ്കിലുമൊക്കെ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. അത് നിങ്ങൾ കണ്ടെത്തുക എന്നുള്ളതാണ് നിങ്ങളുടെ USB. അതായത് നിങ്ങളുടെ യുണീക്ക് സെല്ലിംഗ് പോയിന്റ് കണ്ടെത്തുക, അതാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ള ടാസ്ക്. അത് ഗ്രൂപ്പ് നമ്പർ 2 നിങ്ങൾക്ക് അതിൽ നിന്ന് നിങ്ങളുടെ ഫിനാൻസ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെ ചില വ്യക്തികൾക്ക് മാർക്കറ്റിങ്ങിനൊരു സ്കില്ലുണ്ട്, ചില വ്യക്തികൾക്ക് ഫിനാൻഷ്യൽ പ്ലാനിങ്ങിനാണ് ഉള്ളത്, ചില വ്യക്തികൾക്ക്
ബിസിനസ് ചെയ്യാനായിട്ടാണ്, ചില വ്യക്തികൾക്ക് പഠിക്കാൻ, അവർ കൂടുതൽ കൂടുതൽ റിസർച്ച് വർക്ക്സ് നടത്താനാണ്, ചിലവർക്ക് എഴുതാൻ, കോപ്പി റൈറ്റിംഗ് അല്ലെങ്കിൽ കണ്ടന്റ് റൈറ്റിംഗ്, അതൊക്കെ നിങ്ങൾക്ക് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ചില വ്യക്തികൾക്ക് ഇവിടെ ഈ ജ്വല്ലറി ബിസിനസ് അല്ലെങ്കിൽ ചെറിയ ചെറിയ ഫാൻസി ജ്വല്ലറീസ് ഉണ്ടല്ലോ, അതൊക്കെ നിങ്ങൾക്ക് സാധിക്കും. അതുപോലെ ഹോം ഡെക്കർ ആക്സസറീസ്, ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് അതൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സമയമാണ്. ഫ്രാഗ്രൻസുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അത് ഫ്ലവർ റിലേറ്റഡ് ആയിട്ടായിരിക്കാം, ആർട്ടിഫിഷ്യൽ ഫ്ലേവേഴ്സ് ആയിരിക്കാം. അതൊക്കെ നിങ്ങൾക്ക് ഈ ഒരു സമയം വളരെയധികം ഹെൽപ്പ് ചെയ്യും. ഇവിടെ ചില വ്യക്തികൾക്ക് ആസ്ട്രോളജി ഒക്കെ പഠിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ സ്റ്റാർസിനെ കുറിച്ചും പ്ലാനറ്റ്സിനെ കുറിച്ചും ഒക്കെ ഉള്ളൊരു സ്റ്റഡി, നിഗൂഢമായിട്ടുള്ള ശാസ്ത്രങ്ങളെക്കുറിച്ച് പഠിക്കുക. ചിലവർക്ക് ഇവിടെ ജിയോളജി, അതിനെക്കുറിച്ചൊക്കെ പഠിക്കുക. അതൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളവർക്ക് ആ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നത് എന്താണോ അത് നിങ്ങളുടെ ഒരു പാഷൻ ആണെന്ന് മനസ്സിലാക്കി അതിൽ ഡെവലപ്പ് ചെയ്യുക. അതിന് കുറച്ച് ടൈം ആൻഡ് എനർജി കൊടുത്ത് ഡെവലപ്പ് ചെയ്തെടുക്കുക. നിങ്ങളുടെ സ്പിരിച്വൽ ചക്രാസ് ഒക്കെ ഇവിടെ സ്ട്രോങ് ആക്കേണ്ട സമയം, അത് ഓൾറെഡി ഓപ്പണായി ആക്റ്റീവായി വരുന്നുണ്ട്. അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ നിങ്ങളുടെ ഫാമിലി അറ്റ്മോസ്ഫിയറിലുണ്ട്, നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിലുണ്ട്, നിങ്ങളുടെ മനസമാധാനം അവിടെ ഉണ്ട്, അതിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. അതിനെ കൂടുതൽ സ്ട്രെങ്ത് വെപ്പിക്കുക എന്നുള്ളതാണ്. അതായത് ഡിവൈനുമായിട്ടുള്ള ഒരു കണക്ഷൻ കൂടുതൽ സ്ട്രോങ്ങർ ആക്കുക. അതുപോലെ നിങ്ങളുടെ ത്രൂട്ട് ചക്ര ആക്റ്റീവ് ആക്കുക. ചില വ്യക്തികൾക്ക് ഇവിടെ ഒരു തേർഡ് പാർട്ടി റിലേഷൻഷിപ്പ് നിങ്ങളുടെ ശക്തമായിട്ട് കാണിക്കുന്നുണ്ട്. അതൊരു നെഗറ്റീവ് ഇൻഫ്ലുവൻസ് ആയിട്ട് വരുന്നുണ്ട്. അത് ചില വ്യക്തികൾക്കെങ്കിലും അതൊരു ലേഡിയാണ്, ചില വ്യക്തികൾക്ക് അത് നിങ്ങളുടെ മദർ അല്ലെങ്കിൽ സിസ്റ്റർ, ഏതെങ്കിലും ഒരു ഫീമെയിൽ ഫ്രണ്ട്, അങ്ങനെ ഒരു എനർജി. അതിപ്പം നിങ്ങളുടെ ഒരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പിലെന്ന് മാത്രം അല്ല, നിങ്ങളുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ടുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിലും ഇങ്ങനെ ഒരു തേർഡ് പാർട്ടി ഇൻഫ്ലുവൻസ് ഇവിടെ നെഗറ്റീവ്ലി ബാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസിലേക്ക് ഉള്ള യാത്രയിൽ നിങ്ങളുടെ തന്നെ മടികൾ, ചിന്താരീതികളൊക്കെ ഡിലേ പെടുത്തുന്നുണ്ട് അതിനെ. അതായത് ഇത്രയൊക്കെ ചെയ്യേണ്ട കാര്യമില്ല, ഇത്രയൊക്കെ ഹാർഡ് വർക്ക് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യമുണ്ടോ, മറ്റുള്ളവർ ഇതിലും ഈസി ആയിട്ടൊക്കെ സമ്പാദിക്കുന്നുണ്ട്, പിന്നെ ഞാൻ എന്തിനാണ് ഇത്രയും ബുദ്ധിമുട്ടുന്നത് എന്നൊക്കെയുള്ള ഒരു തോട്ട് നിങ്ങളുടെ മനസ്സിൽ വന്നിട്ട് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ കുറയ്ക്കുന്നുണ്ട് അല്ലെങ്കിൽ നിർത്തിവെക്കുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ എക്സ്ക്യൂസസ് ഉണ്ടാക്കുന്നതാണ്. നിങ്ങൾക്ക് മടി ഇങ്ങനെ നിങ്ങളെ കാർന്ന് തിന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിൻ്റെ പേരിൽ എക്സ്ക്യൂസസ് ഉണ്ടാക്കുന്നതാണ്. കാരണം ഒരാളുടെ ജീവിതവും അവരുടെ യാത്രയും നിങ്ങൾക്ക് അറിയില്ല. അവരെത്രത്തോളം ഓരോ വ്യക്തികളും സ്ട്രഗിൾ ചെയ്തിട്ടാണ് അവരുടെ ഫിനാൻസിലേക്ക് സ്റ്റെബിലിറ്റി കൊണ്ടുവരുന്നത് എന്നുള്ളത് നിങ്ങൾക്കറിയില്ല. അതുകൊണ്ട് കമ്പാരിസൺസ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾ നിർത്തേണ്ടതായിട്ടുള്ള ഒരു സമയം. അതുപോലെ നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസ് കരിയർ നോക്കുന്നവർക്കാണെങ്കിലുണ്ട്, ഫ്രണ്ട്ഷിപ്സ് ആണെങ്കിൽ നിങ്ങളിലേക്കൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒത്തിരി ആൾക്കാർ വില്ലിങ് ആണ്. കാരണം അൾട്ടിമേറ്റ്ലി നിങ്ങളുടെ എനർജി വളരെ പ്യുവറാണ്. നിങ്ങളുടെ സോൾ എനർജി ഇസ് റിയലി റിയലി ഗുഡ്. അതായത് ഈ ശുദ്ധ മനസ്സ് എന്ന് പറയുന്നത്, ശുദ്ധൻ ദുഷ്ടന്റെ ഫലം ചെയ്യുമെന്ന് പറയുന്നത്, ആ ദുഷ്ടന്റെ ഫലം നിങ്ങൾ തന്നെ അനുഭവിക്കുന്നത്, ഈ മറ്റുള്ളവർ അനുഭവിക്കുന്നത് ഈ ശുദ്ധതയുടെ ഫലമാണ്. അപ്പം അതുകൊണ്ട് നിങ്ങളിലേക്ക് ഒരുപാട് ഫ്രണ്ട്ഷിപ്സ് ഉണ്ടാവുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് സക്സസ് ഉണ്ടാവുന്നുണ്ട്. മെഡിറ്റേഷൻ ചെയ്യുക എന്ന് പറയുന്നത് നിങ്ങൾക്ക് അത്യാവശ്യമാണ്. ഇവിടെ ഹൈ പ്രീസ്റ്റസ് ആൻഡ് കിങ് ഓഫ് കപ്സ് ആണ്. മെഡിറ്റേഷൻസ് ചെയ്യുന്നത് വഴി നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ നിങ്ങൾക്ക് സ്ട്രോങ്ങർ ആക്കാൻ സാധിക്കും. ഒരു ഡിസിഷൻ എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് മറ്റൊരാളുടെ ഒപ്പീനിയൻ ചോദിക്കേണ്ടതായിട്ടുള്ള ആവശ്യം വരില്ല. കാരണം നിങ്ങളുടെ സോളിൻ്റെ ഒരു കോളിംഗ്, സോൾ പറയുന്നത് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അവിടുന്ന് നിങ്ങൾക്ക് ഈ ഒരു ഡെവിൾ എനർജിയെ പൂർണ്ണമായിട്ടും തുടച്ചു കളയാൻ സാധിക്കുള്ളൂ. കാര്യം ലക്ഷ്യബോധം അത്രയും സ്ട്രോങ് ആണെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് പ്രവർത്തിക്കാനായിട്ട് സാധിക്കുള്ളൂ മടിയില്ലാതെ. ഇതിൽ നിങ്ങളുടെ ചിന്തയാണ് പ്രോബ്ലം. അതായത് ഇതിൻ്റെ ആവശ്യമില്ല, അല്ലെങ്കിൽ ഇത്രയും ആവശ്യമില്ല, അല്ലെങ്കിൽ ഇതല്ല, ഇത് ശരിയല്ല, ഇതൊക്കെ തോന്നലാണ്, സ്വയം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മറ്റുള്ളവർ പറയുന്നുണ്ടായിരിക്കാം, അത് വിശ്വസിക്കുന്നുണ്ട്. പക്ഷെ ക്വീൻ ഓഫ് സ്വാർഡ്സ്,
എനിക്കെന്താ വേണ്ടതെന്ന് എനിക്കറിയാം. അതിനെനിക്ക് മറ്റൊരാളുടെ ഗൈഡൻസ് ആവശ്യമില്ല, അഭിപ്രായം ആവശ്യമില്ല എന്ന ഉറച്ച വിശ്വാസം. അതായത് ഒരു അഹങ്കാരം എന്നുള്ളതിനുപരിയായിട്ട് ഒരു ഒരു അഹംഭാവം എന്നല്ല, തന്നിഷ്ടം എന്നുള്ളതല്ല, അവനവൻ്റെ സോളിനെ തിരിച്ചറിയാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ഇഷ്ടങ്ങൾക്ക് പുറകെ ആയിരിക്കും നിങ്ങളുടെ യാത്ര. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ പിന്നെ നിങ്ങൾക്ക് അക്സെപ്റ്റബിൾ ആയിരിക്കില്ല. കാരണം നിങ്ങളുടെ ശരി നിങ്ങൾ കണ്ടെത്തി കഴിഞ്ഞു, നിങ്ങളുടെ യാത്ര നിങ്ങൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് ആ വഴി സഞ്ചരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. യു ഹാവ് ഫൗണ്ട് യുവർ ഡെസ്റ്റിനേഷൻ. സോ ആ ഒരു എനർജിയിലേക്കാണ് നിങ്ങൾ എത്തേണ്ടത്. ഇപ്പോൾ അതിൽ നിന്ന് നിങ്ങൾ ഒരുപാട് ദൂരെയാണ്. എന്നാൽ അത് തെറ്റാണ് നിങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. നിങ്ങൾ ഇപ്പോൾ എന്താണെന്നുള്ളത് തിരിച്ചറിഞ്ഞിട്ട് മാറണം എന്ന് വിചാരിക്കുന്നുണ്ട്. അതിലേക്ക് എത്താൻ ഇവിടെ ബുദ്ധിമുട്ട് കാണിക്കുന്നുണ്ട്. അതിന് ഒരുപാട് ഹാർഡ് വർക്ക് ആവശ്യമാണ്. നിങ്ങളിൽ തന്നെയാണ് നിങ്ങൾ വർക്ക് ചെയ്യേണ്ടത്. അതിന് ഏറ്റവും വലിയ സൊല്യൂഷനാണ് ദിസ് വൺ. സൗണ്ട് തെറാപ്പി നല്ലതാണ്. ഈ ഒരു ബെല്ല്, ഒരു 4 ഹേർട്സിന്റെ ഒരു ഫ്രീക്വൻസിയിലേക്ക് നിങ്ങൾ വരിക. അതായത് ആൽഫ ബ്രെയിൻ വേവ്സ്, അത് വളരെ റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു ഫ്രീക്വൻസിയിലേക്ക് നിങ്ങൾ വന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് 13 ഹേർട്സ് അബവ് ഫ്രീക്വൻസിയിൽ കോൺസെൻട്രേഷൻ ലഭിക്കുക. അതായത് നിങ്ങളുടെ ഗാമ ഫ്രീക്വൻസിയിലേക്ക് നിങ്ങൾക്ക് പവർ കൊടുക്കാൻ സാധിക്കുക. ഇവിടെ നിങ്ങൾക്ക് ലാക്ക് ചെയ്യുന്നത് നിങ്ങളുടെ ആൽഫ ഫ്രീക്വൻസി അല്ലെങ്കിൽ തീറ്റ ഫ്രീക്വൻസി ഒക്കെയാണ് നിങ്ങൾക്ക് ലാക്ക് ചെയ്യുന്നത്. ഈവൻ ഡെൽറ്റ ഫ്രീക്വൻസി നിങ്ങൾക്ക് കൂടുതലാണെന്ന് പറയാം. കാര്യം നിങ്ങൾ കൂടുതൽ ഉറങ്ങാൻ ഇഷ്ടമുള്ളവരാണ്, ഉറക്കത്തെ സ്നേഹിക്കുന്നവരാണ്. അവിടെ നിങ്ങൾക്ക് ഒരുപാട് സ്വപ്നങ്ങളും ഉണ്ടാകുന്നുണ്ട്. പക്ഷെ അതിനെ ഒന്നും ഡീകോഡ് ചെയ്യാൻ ശ്രമിക്കുന്നില്ല. അതിനെയൊക്കെ സ്വപ്നമല്ലേ എന്ന് പറഞ്ഞ് വിട്ട് കളയുന്നുണ്ട്. അപ്പം നിങ്ങളുടെ ആൽഫ ഫ്രീക്വൻസി മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ഒരു 4 ഹേർട്സിൻ്റെ ഫ്രീക്വൻസിയിലേക്ക് ബ്രെയിൻ വേവിനെ കൊണ്ടുവരാൻ സാധിക്കും. അതുകൊണ്ടാണ് എപ്പോഴും മെഡിറ്റേഷൻ ഒരു വ്യക്തിക്ക് വേണമെന്ന് പറയുന്നത്. വളരെ റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കാൻ സാധിക്കും. അത് നിങ്ങളുടെ കോൺസെൻട്രേഷൻ പവർ കൂട്ടും, ഡിസിഷൻ മേക്കിംഗ് കപ്പാസിറ്റി കൂട്ടും, കോൺഷ്യസ്നെസ് ഇംപ്രൂവ് ചെയ്യും. ഓക്കെ, സോ ഇതാണ് ഗ്രൂപ്പ് നമ്പർ 2. നിങ്ങൾക്ക് ഉള്ള ഒരു മെസ്സേജ് എന്ന് പറയുന്നത് നിങ്ങൾ അറിയേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ, നിങ്ങളുടെ കറണ്ട് സിറ്റുവേഷൻ ഒക്കെ തന്നെ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നമ്മുടെ ചാനലിൻ്റെ മറ്റു വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ, കോമെൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. കൂടാതെ നിങ്ങൾക്കൊരു പേഴ്സണൽ ഗൈഡൻസ് ആവശ്യമാണ് എന്നുണ്ടെങ്കിൽ ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പേഴ്സണൽ ടാരറ്റ് റീഡിങ്സ് അവൈലബിൾ ആണ്. ഇനി നിങ്ങൾക്കൊരു സൈക്കോളജിക്കൽ കൺസൾട്ടിങ്, മൈൻഡ് മാസ്റ്ററി ലെസൺസ് ആൻഡ് സ്പിരിച്വൽ ഗൈഡൻസസ് ആവശ്യമാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോയിൻമെൻറ്റ്സ് ലഭ്യമാവുന്നതാണ്. ഇനി നിങ്ങൾക്കൊരു ഇൻറ്റ്യൂട്ടീവ് റീഡർ ആവണം, ഇതുപോലെ നിങ്ങൾക്കൊരു ടാരറ്റ് റീഡർ ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്ന അത്ര ഡിഫിക്കൽട്ട് അല്ല അത്. നമ്മുടെ ചാനലിലെ ഓൺലൈൻ കോഴ്സസ് ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ ഇതായിരുന്നു നിങ്ങൾക്ക് ഇന്നത്തേക്കുള്ള ഒരു റീഡിംഗ് എന്ന് പറയുന്നത്. നമുക്ക് അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കുമായിട്ട് അടുത്തൊരു എപ്പിസോഡിൽ കാണുന്നത് വരെ ഓൾ ഓഫ് യു ഓൾ ടേക്ക് കെയർ. ബൈ.